അപ്പോൾ ഗൈസ് എല്ലാവർക്കും എന്താണ് നല്ലൊരു എക്സാം ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ഫിസിക്സ് എക്സാമും ഇത്രയും കാലത്തെ ഫിസിക്സിന്റെ ചരിത്രത്തിലുള്ള കാര്യത്തിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് അറിയുന്ന ഫിസിക്സ് എക്സാം എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻസ് കൂടുതൽ ന്യൂമറിക്കൽസ് ഉള്ള ഈവൻ കൺസെപ്റ്റുവൽ ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ഇത് അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഒരു ടീച്ചർ സെറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളോട് സ്നേഹമുള്ള ടീച്ചർ സെറ്റ് ചെയ്ത പാവൻ ടീച്ചർ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. കാരണം മൊത്തം വാട്ട് ഈസ് ഡിഫൈൻ റൈറ്റ് എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം, സ്റ്റേറ്റ് എന്നൊക്കെയുള്ള സാധനം. അപ്പോൾ അത് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ വലിയ ഡെറിവേഷൻ ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈവൻ നമ്മൾ പോലും ലൈവിലൊക്കെ കൂടുതൽ ഡെറിവേഷൻസിനൊക്കെ ന്യൂമറിക്കൽസിന് ഫോക്കസ് തന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അത്രയൊന്നും ബുദ്ധിമുട്ടിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം ആൻസർ ഡിസ്കഷനിലേക്ക് കിടക്കാം അല്ലേ? റെഡി. അപ്പം 1 മാർക്ക് സെഷൻ ഒക്കെ ആയിരിക്കും പൊതുവെ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? കുറെ പേർക്ക് 1 മാർക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഫസ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ SI സിസ്റ്റം. ആരാ? വെബർ. വെബർ എന്ന് പറഞ്ഞ ആൻസർ ആണ് ഉത്തരം വരുന്നത്. ഡയറക്റ്റ് ആണ്. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ്സ് ദാറ്റ് ലൈറ്റ് ഈസ് ഈ മാർക്ക് ചെയ്ത് നോക്കണ്ട. എന്താണ്? ട്രാൻസ്വേഴ്സ് ആണ് കേട്ടോ. ട്രാൻസ്വേഴ്സ് ആണ്. അതായത് വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ ഓസിലേഷൻ സംഭവിക്കുക. ഇത് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ എ മീഡിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ എവിടെ ആയിരിക്കും? EM വേവ് ഏറ്റവും സ്പീഡ് എവിടെ ആയിരിക്കും? വാക്വം അല്ലെങ്കിൽ എയർ ആയിരിക്കും കേട്ടോ. ദാറ്റ് ഇൻ വാക്വം. ബാക്കി ഏത് മീഡിയത്തിലാണെങ്കിലും അതിനേക്കാൾ കുറവായിരിക്കും. യെസ്, അടുത്ത് ഇമ്മാനുവൽ സാർ പറഞ്ഞോ. ഇത് എന്താണ് നെറ്റ് എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ സെറ്റ് ഓഫ് ചാർജ് ആണ്. സോ നമുക്കറിയാം Q എൻക്ലോസ്ഡ് ആണ്. Q എൻക്ലോസ്ഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ +Q ഉണ്ട്, 2Q ഉണ്ട്, -3Q ഉണ്ട്, 5Q ഉണ്ട്. സോ ഇത് 5ഉം 2ഉം 7 ആണ്. 7 - 4 3 വരും അല്ലേ? 3Q ബൈ ഈ സർഫസിന്റെ എത്രയാണ്? εr അല്ലേ പറഞ്ഞേ? സോ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അവന് ഉറങ്ങാനൊരു കിളി പോയതാണ്, റെസ്റ്റിലായിട്ട്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് ഗോസസ് ലോന്റെ കൺസെപ്റ്റ് ആണ്. ഗോസസ് ലോന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എൻക്ലോസ് എന്നാണ്. ഇത് സാധാരണ വാക്വത്തിന്റെ കേസാണ്. അതല്ലാതെ ഒരു മീഡിയം വരുമ്പോൾ ഇതിന്റെ കൂടെ താഴെ ഒരു ε0r കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയായിരിക്കും അവിടെ ടോട്ടൽ ചാർജ്? നമ്മൾ എത്ര കൂട്ടിയപ്പോൾ കിട്ടിയത്? 3 ഡിവൈഡഡ് ബൈ ε0 അവിടെ ഉണ്ട്. പിന്നെ വാട്ടറിന്റെ ε0r 80 ആണ്. അപ്പൊ 80 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യെസ്, സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് കോൺകേവ് ലെൻസ് ഈസ് നോൺ ആസ് എ ഡൈവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ് കോൺവെക്സ് ആണ്. കോൺകേവ് ഡൈവേർജിങ് ലെൻസ് ആണ്. ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് പോസിറ്റീവ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ട്രൂ. ഓക്കെ. ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെ എഴുതി ഉണ്ടാക്കാൻ കുറെ പേർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആലോചിച്ചാൽ മതി. ഇപ്പൊ എല്ലാ ഡെഫിനിഷനും ഒരു ജസ്റ്റ് ഒരു ഐഡിയ പറയാം ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആലോചിച്ചാൽ നമ്മൾ പഠിച്ചതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്നാണ്. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ്സ് ഇൻ നെഗറ്റീവ് ഡസ് നോട്ട് ഫോം ക്ലോസ് ലൂപ്പ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഒക്കെ അങ്ങനെ എഴുതി പോവാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വീണ്ടും ഡെഫിനീഷൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ ഡെഫിനീഷൻ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ കഥ എഴുതണം. അപ്പൊ അതൊക്കെ എഴുതി ഉണ്ടാക്കാനാണ് പ്രശ്നം. സത്യത്തിൽ 1 മാർക്കിന് അത് എഴുതി ഉണ്ടാക്കാൻ പ്രശ്നമുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ വെച്ചിട്ട് വർക്ക് ഡൺ പെർ ചാർജ് എന്നൊക്കെ എഴുതി വെച്ചാലും ചിലപ്പോൾ ഒരു മാർക്ക് തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സംഭവം ഒന്നുമല്ല. ഇൻഫിനിറ്റിന്ന് ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നൊക്കെ എഴുതണം. എഴുതിയാൽ മാർക്ക് കിട്ടും. റൈറ്റ് ഡൗൺ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഇക്വിറ്റോറിയൽ ആൻഡ് ആക്സിഡന്റ്. ഡെറിവേഷൻ ഇല്ല, എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? അതിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ K 1/4 അല്ലെങ്കിൽ P cos theta by r² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പൊ അതിൽ കോസ് തീറ്റന്റെ അവിടെ വാല്യൂല് എന്ത് കൊടുത്താൽ മതി? അവിടെ പോയിട്ട് ഇക്വിറ്റോറിയൽ ആകുമ്പോൾ തീറ്റന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇക്വിറ്റോറിയൽ ആകുമ്പോൾ തീറ്റന്റെ വാല്യൂ 90ഉം ആക്സിൽ ആകുമ്പോൾ തീറ്റന്റെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും വരിക? കോസ് 90 വരുന്ന ടേം എന്തായി പോകും? 0 ആവും. അപ്പൊ ഇക്വിറ്റോറിയലിൽ എന്തുണ്ടാവില്ല? 0 ഉണ്ടാവില്ല. പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. മറ്റേത് KP by r² എന്ന് വരും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആവുന്നു.
ഫോഴ്സ് പെർ Derivation. ഇല്ലേ Force ഡിറക്ഷൻ per ഷോ unit length. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു Two പാരലൽ parallel കറന്റ് current കാരിങ് carrying കണ്ടക്ടേഴ്സ്. അതിന്റെ conductors. ഇക്വേഷൻ ന്യൂസ് I1 I2 ന്യൂ by സീറോ I1 I2 I2 by ഡിവൈഡ് ബൈ 2π d അല്ലെങ്കിൽ r എന്ന് പറഞ്ഞ ഡെറിവേഷൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര 2 മാർക്കോ അത്രയുള്ള ഒരു നോക്കുള്ളൂ. മാർക്ക് അല്ല 2 മാർക്ക് ഉണ്ട്. 2 മാർക്കിന്റെ ആണ്. ഗോസസ് ലോയിൽ മാഗ്നറ്റിസം. മാഗ്നറ്റിസം ഇന്റഗ്രൽ ബി ഡോട്ട് ds = 0 വരുന്നത്. 0 വരുന്ന സാധനം. പിന്നെ ഇതാണ് കുറച്ച് പേര് ഇതൊരു സംഭവം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ മാഗ്നറ്റിന് ഒരിക്കലും മോണോപോൾ ആയിട്ട് നിൽക്കാൻ പറ്റൂല. ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ഉണ്ടായിട്ടുണ്ടാവും, ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ നോർത്ത് ഉണ്ടായിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇവിടെ സൗത്തും ഇവിടെ നോർത്തും. നോർത്തും അത്രേ ഉള്ളൂ. ഡയറക്റ്റ് സംഭവം തന്നെയാണ് കേട്ടോ. അടുത്തത് സ്നെൽസ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഡയറക്റ്റ് ചെയ്താൽ സൈൻ എ ബൈ സൈൻ ആർ. ഞാൻ വീണ്ടും ഇന്നലെ പറഞ്ഞു ഇക്വേഷൻ പഠിച്ചാൽ പോരാ, ഡെഫിനേഷൻ പഠിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ അതായത് സൈൻ എ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള വേർഡ്സിലെങ്കിലും എഴുതണം. റേഷ്യോ ഓഫ് സൈൻസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അതാണ് ഈ സ്റ്റേറ്റ് കൊണ്ടുള്ള പ്രശ്നം. അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ എഴുതിയാലും ഒരു മാർക്ക് തരേണ്ടതാണ്. ഇനി അടുത്ത് ഷോ ദാറ്റ് ഇത് ഡെറിവേഷൻ ഒന്നും അല്ല, ആ ഫിഗർ വരയ്ക്കുന്ന പരിപാടി. അതായത് ബെൻസ് ടുവേർഡ്സ് നോർമൽ വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം റയറർ ടു ഡെൻസർ. അപ്പോൾ ഇത് റയറർ മീഡിയ ആണ്, ഇത് ഡെൻസർ മീഡിയ ആണെങ്കിൽ ലൈറ്റ് റേ പോകുന്ന സമയത്ത് എന്താണ്, ഇതാണ് നോർമൽ എങ്കിൽ അതിന്റെ ടുവേർഡ്സ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. ആ ഫിഗർ വരച്ചാൽ മതി. അതാണ് ഷോ ദാറ്റ്, അല്ല വേറെ പ്രൂഫ് ഒന്നുമില്ല. ഡിഫൈൻ സെൽഫ് ഇൻഡക്ടൻസ്. സെൽഫ് ഇൻഡക്ടൻസ് ഇൻഡക്ടൻസ് ആണ്, ഇൻഡക്ഷൻ അല്ല ചോദിച്ചത്. അതാണ് ചിലപ്പോൾ ഒരു പ്രശ്നം വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു -L di/dt. അപ്പോൾ അതിൽ നിന്ന് L ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വേണമെങ്കിൽ ഇയാൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. രണ്ട് രീതി ഡിഫൈൻ ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു L ഇൻറ്റു I എന്ന് പറഞ്ഞിട്ട് എഴുതാനും പറ്റും. എന്നിട്ട് അവിടുന്ന് L ഈസ് ഈക്വൽ ടു 5/I എന്നും എഴുതാം. രണ്ട് രീതി ഡിഫൈൻ ചെയ്യാം. അതായത് നമ്മൾ അവിടുത്തെ ഫ്ലക്സ് 1 വെബർ ആവാണ് എപ്പം അവിടെ 1 ആംപിയർ കറണ്ട് ആകുമ്പോൾ. അപ്പം എന്താണ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതി പറയാം. 1 വെബർ നമ്മൾ അവിടുത്തെ ഫ്ലക്സ് ഉണ്ട് എപ്പം 1 ആംപിയർ കറണ്ട് കൊടുത്തപ്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ ഫ്ലക്സ് പെർ എന്താണ് യൂണിറ്റ് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. നമുക്ക് ഡെഫിനേഷൻ എഴുതാം. അല്ലെ നേരത്തെ പറഞ്ഞ di/dt, അത് നേരത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ആണെന്ന് എഴുതിയുള്ള ആ ഒരു പരിപാടി വെച്ച് ചെയ്താം. അതിൻ്റെ ആ ഡെഫിനിഷൻ തന്നെയാണ് ബേസിക്കലി 1 ഹെൻറി എന്ന് പറഞ്ഞാലും ബേസിക്കലി അത് തന്നെയാണ് വരുന്നത്. ഇനിതാ ഇൻഡക്റ്റീവ് അല്ലേ. ഇതിപ്പം നമുക്കറിയാം പ്യുവർ റെസിസ്റ്റീവ് ആണെങ്കിൽ രണ്ടുപേരും ഫേസിലായിരിക്കും. അപ്പം പ്യുവർ റെസിസ്റ്റീവ് ആണെങ്കിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ് എവിടെയുള്ളത് അത് ഓക്കെ. പിന്നെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ ആരാണ് വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. പ്യുവർ കപ്പാസിറ്റർ കറണ്ട് ലീഡ് ചെയ്യും. പിന്നെ പ്യുവർ LCR ലീഡ് വേണം, ലാഗ് വേണം. സോ ഇപ്പൊ കഴിഞ്ഞില്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല അല്ലേ. ഡെറിവേഷൻ ചോദിക്കാതെ നൈസിൽ എന്ത് ചെയ്തു, കാര്യം കഴിച്ചു കിട്ടി. വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? വീണ്ടും വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? അവിടെ എന്താണ്, സെയിം മീഡിയത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് വരികയാണ്. അപ്പോൾ അത് അതിൻ്റെ രണ്ടാമത്തെ ചോദ്യമായിട്ട് കണ്ടീഷനായി ചോദിച്ചിട്ടുണ്ട്. 2 കണ്ടീഷൻ എഴുതാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ ഡെൻസർ ടു റയറർ പോകണം. രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. അപ്പോഴായിരിക്കും എഴുതാൻ പറ്റുക. അതാണ് ഈ കണ്ടീഷനെ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ. അടുത്തത് ഡിഫൈൻ ലോറൻസ് ഫോഴ്സ്. ഡിഫൈൻ മാഗ്നറ്റിക് അല്ല, ലോറൻസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് മാത്രമല്ല, മാഗ്നറ്റിക് ഇലക്ട്രിക് എന്ന് എഴുതണം. ഒരു മാർക്കേ ഉള്ളൂ. വേണ്ട, ഡെഫിനേഷൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലോങ് സ്ട്രേറ്റ് വയർ ക്യാരിങ് എ കറണ്ട് ഓഫ് 1 ആംപിയർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ഇറ്റ്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞതാണ്. സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രേറ്റ് വയർ ഉണ്ട്, അതിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാ. ഇതിനൊക്കെയുള്ള ഇക്വേഷൻ ഏതാണ്, B is equal to μ0I/2πr, നമ്മുടെ ആംപിയർ സർക്യൂട്ട് ലോന്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക അല്ലേ. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വേണ്ടി വരും. പക്ഷെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല അല്ലേ. കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അതായത് ഇത് ഇന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. കാൽക്കുലേഷനുള്ളത് മാത്രം അല്ലേ. അപ്പോൾ അതാ നോക്കിക്കോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വയറാണ്, അതിലൂടെ 1 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിൽ പോയിന്റ് ഉണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ, ഇത് ആംപിയർ സർക്യൂട്ടിലെ ഒരു ഡെറിവേഷൻ ആണ് അല്ലേ. ലോങ് സ്ട്രേറ്റ് വയറിൻ്റെ ഒരു പോയിന്റിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ μ0I/2π × r എന്നാണ്. അപ്പോൾ ഇവിടെ r എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. കറണ്ട് 1 ആണ്. μ0ന്റെ വാല്യൂ എന്താണ്, 4π × 10⁻⁻7 × കറണ്ട് 1 ആണ് ഡിവൈഡഡ് ബൈ 2 × π × റേഡിയസ് 1 ആണ്. അപ്പോൾ കട്ട് ചെയ്ത് പോയി, അതെ 1 പോയി, 2π പോയി. അപ്പോൾ 2 × 10⁻⁻7 യൂണിറ്റ് എന്തായിരിക്കും, ടെസ് അറിയും.
ടെസ്ല. അയ്യോ അത് അവിടെ ഓക്കെ, അവിടെ എഴുതിയ കണ്ടുണ്ടാവില്ല അല്ലേ, മൈ ബാഡ്. അപ്പോൾ ഒന്നുമില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അവിടെ എഴുതാത്ത കാണാത്തൊരു വേണ്ടി ഒന്നുമില്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ന്യൂസറോൻ്റെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 4π × 10⁻⁻⁷, ബാക്കി കട്ട് ചെയ്ത് പോവും. 2 × 10⁻⁻⁷, 2 × 10⁻⁷ ടെസ്ല എന്ന് കിട്ടും. സിമ്പിൾ പരിപാടിയാണ്, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു പ്രശ്നമില്ല അല്ലേ. അപ്പോൾ അടുത്ത് വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക്. എനിക്ക് തോന്നുന്നു EMI അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. EMI കുറച്ച് വെയിറ്റേജ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്ന് എഴുതാനാ, വീണ്ടും എന്താന്ന് നിങ്ങൾക്കറിയാം. ഒരു ഫ്ലക്സ് ചേഞ്ച് ഒരു കോയിലുമായി ലിങ്ക് ചെയ്ത ഒരു ഫ്ലക്സ് ഫുൾ പോയി ഒരു കോയിലുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അത് സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ചില ആൾക്കാർ ഫാരഡേസ് ലോ ഒക്കെ അവിടെ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്, മേ ബി മാർക്ക് കിട്ടും. ഫാരഡേസ് ലോൻ്റെ ഒരു പാർട്ട് അത് പറയാൻ ചാൻസ് ഉണ്ട്. റെഡി. ഇനി AC ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്, ന്യൂമറിക്കലാ? ന്യൂമറിക്കൽ. ന്യൂമറിക്കൽ അവിടെ തന്നെ ചെയ്യാം, അവിടെ തന്നെ സെസ്സലാണ്. സിമ്പിൾ. എന്താ ഇക്വേഷൻ ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ് അതുപോലെ ഇക്വേഷൻ ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ് തന്നിട്ടുണ്ട്. I = I0 sin ωt ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ പീക്ക് വാല്യൂ ഓഫ് കറന്റ് പറഞ്ഞാൽ I0ന്റെ വാല്യൂ വെച്ച് പീക്ക് വാല്യൂ ഓഫ് കറന്റ് I0 എത്രയാണ്? അപ്പം 77 വന്ന് 77 ആംപിയർ. പിന്നെ നമ്മളോട് ഫ്രീക്വൻസി വെച്ച് ഇവിടെ നമുക്ക് തന്നത് ωt ആണ്. സോ ഒമേഗയാണ് നമുക്ക് 314 തന്നത്. സോ നിങ്ങൾക്കറിയാം ω = 2πf ആണ്. ω = 2πf ആണ്. നിങ്ങൾ എഫ് കണ്ടുപിടിക്കണേ ω/2π ചെയ്താൽ മതി. ഒമേഗേൻ്റെ വില എത്രയാണ്? 314/2 × 3.14 അല്ലേ. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ മുകളിലൊരു 100 വരും. 100/2 എന്ന് വെച്ചാൽ 50 ഹെർട്സ് ആയിരിക്കും ആൻസർ വരിക. 50ഉം 77 ആദ്യത്തെ. പിന്നെ ടൈം പീരീഡ് = 2π/ω വരും. T = 2π/ω വാല്യൂ ഇതാ നമ്മൾ തന്നിട്ട് 314. ഓക്കെ, 1/4 അതായാലും മതി. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. പിന്നെ അടുത്ത് എന്താണ്? ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് അറ്റ് T = 2. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ടീൻ്റെ വില 2 ഇട്ട് കൊടുത്താൽ മതി. സോ I = എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ. ഓക്കെ, I = 77 sin ωt. ഒമേഗൻ്റെ വില എത്രയായിരുന്നു? 314 അവിടെ ഉണ്ട്. പിന്നെ T ആയിട്ട് നമ്മൾ 2 വരും. സോ നമുക്ക് എന്ത് വരും? I = 77 sin 628 വരും. അല്ലെങ്കിൽ നമുക്ക് 200π എന്നൊക്കെ എഴുതാം. ഓക്കെ, I = 77 sin 200π എന്ന് എഴുതാം അല്ലേ, 200π എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായിരിക്കും? sin 200π എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത് 0 ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ I = 0 ആയിരിക്കും. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ കറണ്ടിന്റെ വാല്യൂ എത്ര വരിക? കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാലും മതി കേട്ടോ. കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ വാല്യൂ 0 കിട്ടിയിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞു അല്ലേ. അപ്പം അതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ. എത്ര മാർക്കാണ് ചോദിച്ചേ? അവിടെ അല്ലേ, എത്ര മാർക്ക് വെച്ചേ? 2 മാർക്ക് ഇത്രയും കാര്യം ചോദിച്ചിട്ടുണ്ടല്ലേ. ഒരു 3 മാർക്ക് ചോദിക്കുകയായിരുന്നു. ഇനി അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വൈ എന്നാണ് ചോദിച്ചത്. അതിന് ആദ്യം ഈ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ ബേസിക്കലി ഒരു മീഡിയം വേണ്ട ആൾക്കാരാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ സൗണ്ട് വേവ്സ് ഒക്കെ ഇല്ലേ, സൗണ്ടൊക്കെ എന്താണ്? അവിടെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഒരു മീഡിയം ട്രാവൽ ചെയ്യാൻ വേണം. വേവ്സ് പഠിക്കുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ദേ ഡസ് നോട്ട് നീഡ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. ദേ ആർ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ്. അവർക്കൊരു മീഡിയം ഒന്നും വേണ്ട. മീഡിയം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർ സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. അതായത് ദേ ഡസ് നോട്ട് നീഡ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ് എന്ന് എഴുതിയാൽ മതി. ഇനി അറേഞ്ച് ദ ഫോളോയിങ് വേവ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഫ്രീക്വൻസി. ഇൻക്രീസിങ് ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ. നമ്മുടെ ജിക്സു വിമാർ എന്നാലോചിച്ചാൽ മതി അല്ലേ. അത് ഈ കൂടി പോയി GX കറക്റ്റ് ആണല്ലോ. തലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻക്രീസിങ് ഈ ഓർഡർ എന്തിനാ? ഇത് വേറെയും കുറേ ട്രിക്കൊക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലേ. അങ്ങോട്ട് പോകുന്തോറും ഫ്രീക്വൻസി കുറയും. നമുക്ക് ഫ്രീക്വൻസി അല്ലേ പറഞ്ഞത്. ഫ്രീക്വൻസി അങ്ങോട്ട് കുറവാണ്. അപ്പോൾ ഈ അറ്റത്തുള്ളത് കൂടുതലാണ്. അപ്പോൾ ഗാമക്കാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പോൾ ഇൻ ദ ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഏറ്റവും കുറഞ്ഞ ആളാണ്. അപ്പോൾ ഈ സാധനം കുറേ ആൾക്കാർ തെറ്റിക്കും. കറക്റ്റ് ഇത് കുറേ പേർക്ക് എന്ത് ചെയ്യില്ല. അതല്ല, ഇൻക്രീസിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെറിയ ആളെഴുതണം. അങ്ങോട്ട് പോകുന്തോറും ഫ്രീക്വൻസി കൂടിക്കൂടി പോവുക. അപ്പോൾ ഇവിടെ ആയിരിക്കും ഫ്രീക്വൻസി മാക്സിമം, ഇവിടെ ആയിരിക്കും ഫ്രീക്വൻസി മിനിമം. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ആദ്യം കുറഞ്ഞ ആൾ എഴുതണം. ആദ്യം ഏറ്റവും കുറഞ്ഞ ആളാരാ? കുറഞ്ഞ ആള് റേഡിയോ അക്കെറ്റിയ ഫ്രീക്വൻസി റേഡിയോ ആദ്യം എഴുതി. പിന്നെ എന്താ പറഞ്ഞേ? പിന്നെ ഈ തന്നിരിക്കുന്നതിൽ പിന്നെ ഏതാ മൈക്രോ ആണുള്ളത്. അപ്പോൾ അത് ലെസ് ദാൻ എന്നുള്ള ചിഹ്നട. പിന്നെ ആരാണ്? മൈക്രോ. പിന്നെ ആരാ ഉള്ളത്? പിന്നെ എക്സ്റേ ആണ്.
പിന്നെ എക്സ്റേ ആണ്, ലാസ്റ്റ് ഗാമ. ഇങ്ങനെ ആട്ടോ എഴുതേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഓർഡർ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടാലും മാർക്ക് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഡിഫൈൻ സസെപ്റ്റിബിലിറ്റി. കൈ ഈക്വൽ ടു എം ബൈ എച്ച് ആണ്. അതായത് ഈ മീൻസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. നിങ്ങൾക്ക് കിട്ടും, ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് എന്താണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി. പിന്നെ ഗീവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റ്. ഇത് ഞാൻ തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയാമാഗ്നറ്റ് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് വീക്ക് റിപ്പൾഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് മ്യൂ ഇതിന് എന്താണ് ലെസ് ദാൻ 1 അല്ലേ. പിന്നെ ഫെറോ മാഗ്നറ്റിക്കിന് മ്യൂ പോസിറ്റീവ് ആൻഡ് ലാർജ്, അങ്ങനെ സാധനങ്ങളൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, എക്സാമ്പിൾ മാത്രം കാര്യമില്ലേ, 2 പ്രോപ്പർട്ടി എഴുതാൻ പറഞ്ഞിട്ടില്ലേ, അതിന് 2 മാർക്കുള്ള ഒരു സുഖമില്ല, മാർക്കിംഗ് സുഖമില്ല അല്ലേ. അടുത്ത് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെന്റ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേനെ ഒറ്റ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഇന്ന സിംഗിൾ പ്ലെയിൻ വൈബ്രേഷൻ ഇന്ന സിംഗിൾ പ്ലെയിൻ ആകുമ്പോഴാണ് പോളറൈസേഷൻ നടക്കുക. നമ്മൾ ഡെഫിനിഷൻ ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിൻ പോളറൈസ് ലൈറ്റിന്റെ. പിന്നെ 2 അപ്ലിക്കേഷൻസ് ഓഫ് പോളറോയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒന്ന് സൺഗ്ലാസ്, പിന്നെ നിങ്ങൾക്ക് ലബോറട്ടറി യൂസസ് പറയാം, നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റ്, വിൻഷീൽഡ്, ഇതൊക്കെ അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരും. സൺഫിലിം ഇല്ല, അതൊക്കെ ഇതിൽ എഴുതാൻ പറ്റും. ഓക്കെ, മാലൂസ് ലോ. പിന്നെ മാലൂസ് ലോന്റെ ഈ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പെട്ടിട്ടുണ്ട്. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, I0 cos square theta. സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാം ദ ഇന്റൻസിറ്റി ആഫ്റ്റർ പാസിംഗ് ത്രൂ എ പോളറോയിഡ് വിൽ ബി ഈക്വൽ ടു I0 cos square theta. ഇതന്നെയാണ് മാലൂസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ. ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് വേർഡ്സിലേക്ക് മാറ്റണമെന്നേ ഉള്ളൂ. പ്രൊപ്പോർഷണൽ ടു cos square theta എന്നാണ്. ഇത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ഇത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എക്സ്പ്രഷൻ എഴുതി I0 cos square theta. റെസൊണൻസ് പറയുമ്പോൾ മാക്സിമം കറണ്ട് LCR സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഇമ്പിഡൻസ് മിനിമം ആകാന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് LCR സർക്യൂട്ടിന്റെ മീൻസ് റെസൊണൻസിനെ പറ്റി നിങ്ങൾക്ക് അപ്പോൾ എഴുതാൻ പറ്റും. ഇനി ഒബ്റ്റെയിൻ ദ റെസൊണൻസ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസി നിങ്ങൾക്ക് അറിയാം XL is equal to XC ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് L omega is equal to 1/C omega അറിയാം. നമ്മളോട് റെസൊണൻസ് ഫ്രീക്വൻസി അല്ലേ ചോദിച്ചേ. സോ നമുക്ക് ഒമേഗ is equal to 1/√LC എന്ന് എഴുതാം. അപ്പം ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസി ആണ് ഒമേഗ. നിങ്ങളോട് F ആണ് ചോദിച്ചെങ്കിൽ F is equal to 1/2π√LC എന്ന് എഴുതാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ എക്സ്പ്രഷൻ ഫോർ റെസൊണൻസ് ഫ്രീക്വൻസി അപ്പോൾ കഴിഞ്ഞു. പിന്നെന്താ, പിന്നെ കാണുന്നില്ല. Okay, in the following current frequency graph at resonance, which curve have the lowest resistance അല്ലേ. ലോവസ്റ്റ് റെസൊണൻസിലാണ്. റെസൊണൻസിൽ നമുക്കറിയാം, മീൻസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്താണ് ഇമ്പിഡൻസിന്റെ വില റെസിസ്റ്റൻസിന്റെ വില ആയിരിക്കും. സോ I is equal to എന്തായിരിക്കും V/Z. ഇവിടെ സെറ്റിന്റെ വില 6 പോലെയാണ് വരുന്നത്. സോ 6 കൂടിയിട്ടുണ്ടെങ്കിൽ I കുറയും. നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഒന്ന് കാണാം. I കൂടുതൽ പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പം I കൂടുന്ന കാലത്ത് റെസിസ്റ്റൻസ് കുറയണം, കാരണം I യും R ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ നിങ്ങൾക്ക് അറിയാം. സോ I കൂടിയാൽ റെസിസ്റ്റൻസ് കുറയണം. സോ R1 ആയിരിക്കും കുറവ്, പിന്നെ കൂടുതൽ R2, പിന്നെ കൂടുതൽ R3. അതായിരിക്കും സംഭവം. ഇനി അടുത്ത് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ആസ് കറന്റ് ഡിഫൈൻ ആണ്. അത് മുകളിൽ തന്നെ ഉണ്ട് അവിടെ. ഒന്നുമില്ല, 1 ആംപിയർ ടു Q/T എന്ന് പറയുമ്പോൾ നമുക്ക് കൂളം പെർ സെക്കൻഡ് സംഭവം തന്നെയേ ഉള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ അതെങ്ങനെ മാറ്റണം? ഈ 1 ആംപിയർ ആകുമ്പോൾ ഒരു സെക്കൻഡിൽ Q1 കൂളമ്പ് T1 സെക്കൻഡ് അത്രയാക്കാൻ. പിന്നെ എന്താണ് ഡിഫൈൻ VI ഗ്രാഫ് ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന് എന്തായിരിക്കും നമ്മൾ ഓംസ് ലോയിലൊക്കെ പഠിച്ചല്ലേ, അത് എങ്ങനെയായിരിക്കും അല്ലേ. VI ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പിന്നെ എന്താണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ, ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 9th ചോദ്യമാണ്. ലൈറ്റ് ഹാസ് വേവ് നേച്ചർ. Essential condition for two lights to be coherent, same frequency, same wavelength, same space ഒക്കെ എഴുതാൻ പറ്റും. ഏതായാലും 2 എഴുതിയാൽ മതി. ലിസ്റ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ. ഇന്ന് രാവിലെയും കൂടി ഇന്ന് എടുത്ത് പറഞ്ഞ സാധനം ഇതേ ചോദ്യം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഒന്ന് നിങ്ങൾക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് പറയാം. ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻഡിഫറൻസിൽ ഈക്വൽ ആണ്, ഡിഫ്രാക്ഷനിൽ അത് ഡിഫറെന്റ് ആണ്. പിന്നെ നമ്മുടെ ഗ്രാഫ് വരച്ചേക്കാം, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരച്ചാലും ഒക്കെ മതിയാവും. പിന്നെ പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് സിമ്പിൾ ആണ്. ഇൻഡിഫറൻസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. ഡിഫ്രാക്ഷനിലാണെങ്കിൽ സെന്ററിൽ വലുതൊന്നുണ്ടാവും, പിന്നെ മറ്റേതൊക്കെ ഇങ്ങനെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അടുത്ത റൈറ്റ് ഒരു എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കപ്പാസിറ്റർ C=0 A/D എന്ന് പറഞ്ഞ സാധനമാണ്. ഇനി അടുത്തത് ചിലപ്പോൾ ഇത് ചെയ്യാൻ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇത് വളരെ സിമ്പിൾ പരിപാടിയാണിത്. ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് മാത്രമേ ചോദിച്ചില്ല ബിറ്റ്വീൻ P and Q. അപ്പോൾ ഇത് സിമ്പിളാക്കി നോക്കിയത്. അപ്പോൾ ഓവറോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ഈ Pയും Q അവിടെ നിന്നോട്ടെ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഷോർട്ടാക്കി വരണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 2 ആൾക്കാരെയും കൂടി നമുക്ക് ഷോർട്ടാക്കാം. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ച് കാണിക്കാം. കാരണം മിക്കവാറും അത് അവർക്ക് വേണ്ടി വരും. അപ്പോൾ ഒന്ന് ഫിഗർ വരയ്ക്കുക അല്ലേ. അയ്യോ, വാല്യൂസ് ഏതൊക്കെയായിരുന്നു? വരയ്ക്കാൻ പറ്റുമോ, വരച്ചുണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി വരയ്ക്കാം? ഈ 2 ആൾക്കാരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവർ 2 പേരും പരസ്പരം പാരലലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെഡി, പരസ്പരം പാരലലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്താൽ മതി. പാരലലാണ്, 2 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇയാളെ മാറ്റി വരയ്ക്കുകയാണ്.
അപ്പോൾ ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഈ 1ഉം 3യും കൂടി എന്താവും പാരലാണ്, രണ്ടും ആഡ് ചെയ്താൽ മതി. 3+1 അപ്പോൾ എത്ര, അതും 4 വരും. അപ്പോൾ 4 മൈക്രോ ഫാരഡ് ലാസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഇനി താഴത്ത് ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 6ഉം 2ഉം പരസ്പരം എന്താണ്, 6ഉം 2ഉം പരസ്പരം അവിടെയും പാരലാണ്. അപ്പോൾ 6ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര കിട്ടും, 8 കിട്ടും. ഇവിടെ വീണ്ടും 8 അല്ലേ, ഇതാണ് പരിപാടി. അപ്പോൾ ഇവിടെ 8, ഇവിടെ 8. ഇനി ഈ 4ഉം ഈ 4ഉം എന്താണ്, ഈ 4ഉം ഈ 4ഉം സീരീസ് ആണ്. ഇവ രണ്ടുപേരും പരസ്പരം സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ ഒന്നെങ്കിൽ 1/R1 + 1/R ആ സാധനം യൂസ് ചെയ്യാം, ഒന്നും വേണ്ട. ഈ സെയിം കപ്പാസിറ്റൻസ് അല്ലേ, അപ്പോൾ /2 ചെയ്താൽ മതി. എത്ര ഉണ്ടോ അതിനോട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതിന് പകരം എന്താവും, ഞാൻ അതിൻ്റെ ബാക്കി ഇവിടെ വരച്ചു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4/2, അപ്പോൾ 2 ഫാരഡ്, 2 മൈക്രോ ഫാരഡ്. ആൻഡ് ഇയാളെ കേസിലും അത് തന്നെ, 8ഉം 8ഉം പരസ്പരം സീരീസ് ആണ്. അപ്പോൾ എന്താവും, /2 4. ഇതാ, അപ്പോൾ 2ഉം താഴത്ത് 4ഉം. അപ്പോൾ ഇവിടെയാണ് P, ഇവിടെയാണ് Q. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പം പരസ്പരം എന്താണ്, ഇപ്പം ഇവർ രണ്ടുപേരും പരസ്പരം പാരലാണ്. പാരലാണെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ എഫക്റ്റീവ് എത്ര ഉണ്ടാവുക, രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 + 4 6 യൂണിറ്റ് എന്തായിരുന്നു, മൈക്രോ ഫാരഡ്. അപ്പോൾ അതിങ്ങനെ സോൾവ് ചെയ്ത് 6 മൈക്രോ ഫാരഡിലേക്ക് എത്തിയാൽ മതി. 3 മാർക്ക് എളുപ്പത്തിൽ കിട്ടണം, വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഈ ഡിഫൈൻ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഡിലീറ്റഡ് ടോപ്പിക് ആണ് സത്യത്തിൽ. കാരണം അതിപ്പം NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗമല്ല, NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ലൈനിൻ്റെ ഭാഗമായിട്ട് ഉള്ളതുകൊണ്ടാണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസത്തിലോട്ട് അല്ലെങ്കിൽ പ്രിസം പോലത്തെ ചില മെറ്റീരിയൽസിൻ്റെ അകത്തോട്ട് പോകുമ്പം ഓരോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഓരോ കളേഴ്സിന് ഡിഫറെൻറ്റ് റിഫ്രാക്ഷൻ ആണ് ഫീൽ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഒരു പ്രിസത്തിൻ്റെ അകത്ത് കളേഴ്സ് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഒരു വിസിബിൾ ലൈറ്റ്, അതായത് വിബ്ജിയോർ എല്ലാ കളേഴ്സും കൂടി ഞാൻ ഇതിനോട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഓരോരോ എന്താ ഉണ്ടാവുക, ഇതിന് പേരെന്തായിരുന്നു, ഓരോരോ റിഫ്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ബേസിക്കലി സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ്. അപ്പോൾ മഴവില്ലൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ അതൊക്കെ ഇപ്പം ബേസിക്കലി ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിൻ്റെ കേസിൽ. ഇനി ഡിറൈവ് ഇക്വേഷൻ ഫോർ ആംഗിൾ ഓഫ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. അപ്പോൾ ഉണ്ട്, അതുണ്ട്, ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡിറൈവ് ഇക്വേഷൻ ഓഫ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം D = I + E - A. പിന്നെ അതിൽ നിന്ന് ഇക്വേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് N = sin A + D/2/sin A/2. അപ്പോൾ അത് രണ്ടും കൂടി ടോട്ടൽ 3 മാർക്ക് പോരാ, കുറച്ചും കൂടി മാർക്ക് വേണം. 4 മാർക്ക് ചോദിക്കരുത്, കാരണം കുറച്ച് എഴുതാനുണ്ട്. വാട്ട് ഈസ് മോഷണൽ EMF, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതുമായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് EMFൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, BLV എന്ന് പഠിച്ചതല്ലേ, ആ ഡെറിവേഷൻ തന്നെ. വി നീഡ് ഡയഗ്രം ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മോഷണൽ EMF അറിയുന്ന കാര്യമാണ്. ഈ ചോദ്യം എയറോപ്ലെയിൻ മൂവ്സ് ഓൺ ദ എർത്ത്. അപ്പോൾ ഒരു എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മെറ്റലിനെ കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ എയറോപ്ലെയിന് മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യാണ്. എവിടെയാണ് മൂവ് ചെയ്യുന്നത്, എർത്തിലാണ്. അപ്പോൾ അവിടെ മോഷണൽ EMF ഉണ്ടാവുന്നുണ്ടോ, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എടാ ഭൂമിക്ക് മാഗ്നറ്റിസം ഉണ്ട്. പക്ഷെ ഭൂമി എന്താണ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അത് 5th ലെവലിൽ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് അറിയാം ഭൂമി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഭൂമി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മാഗ്നറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ ബേസിക്കലി ആരുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റ് അല്ല, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുമേൽ എന്തുണ്ടാവുന്നുണ്ട്, യെസ് ബിൽഡപ്പ് ഉണ്ട്. അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അഗ്രി ചെയ്യാം. ഡിറൈവ് മിറർ ഇക്വേഷൻ ഇന്നലെ പഠിപ്പിച്ചാണ് ഡെറിവേഷൻ. അതായത് 1/f = 1/u + 1/v ഡിറൈവ് ചെയ്യാനാണ് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ന്യൂമറിക്കലാണ് ചെയ്തത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 10ാം ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് എനിക്ക് ആപ്പിലെ ക്ലാസ്സിൽ ഇതേ സെയിം വാല്യൂ ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത ഡിസ്റ്റൻസ് 20. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ മൈനസ് എടുക്കുക, -20 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. കോൺകേവ് മിറർ ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത്തും -15 ആണ്. ഫോക്കൽ ലെങ്ത് മൈനസ്, കോൺകേവ് ആകുമ്പോൾ മൈനസ് ആണ് കേട്ടോ വരിക. റെഡി. വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ എ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ് ടു ഗെറ്റ് എ ഷാർപ്പ് ഇമേജ്. ബേസിക്കലി V എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ ചെയ്യാം. 1/f = 1/u + 1/v. അതിൽ നിന്ന് 1/v = 1/f - 1/u ഓർ 1/v വേണത് ക്രോസ് മൾട്ടിപ്പിൾ ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എഫിൻ്റെ വാല്യൂ എത്രയാണ്, എഫിൻ്റെ വാല്യൂ -15 - 1/uൻ്റെ വാല്യൂ എത്രയാണ്, -20. അപ്പോൾ 1/v = ഇത് രണ്ടും കൂടി പ്ലസ് ആയി. ഇങ്ങനെ ഒന്ന് എഴുതണ്ട കേട്ടോ, ഷോർട്ടാക്കി എഴുതാൻ അറിയെങ്കിൽ ഓക്കെ. LCM മെത്തേഡൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ, നിങ്ങൾ മിക്കവാറും ഈ മെത്തേഡ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 - 20 / 300 മൾട്ടിപ്ലൈ ചെയ്താൽ 300 എന്ന് വരും. ഓർ തിരിച്ചിട്ടാൽ V = 300 / 15 - 20 എത്രയാണ്, -5. അപ്പോൾ V = -60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. -60 സെൻറ്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. മൈനസ് ഉണ്ടാവും കേട്ടോ.
സ്ക്രീൻ അത് കിട്ടണം. കാരണം എന്താ, സ്ക്രീൻ ആണെങ്കിൽ എന്താണ് റിയൽ ഇമേജാ വി മൈനസാ അഞ്ഞല്ലേ ട്രാൻസ്ഫോം കഴിഞ്ഞ കൂളംസിലോ ഒന്നുമില്ല ചാർജുകളുണ്ട് അവരുടെ ഇടയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ അവർക്ക് അറിയാം. ഷോ ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. അതായത് ചാർജ് ഉണ്ട് മീൻസ് നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു 6 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു R12 എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു R21 ഒക്കെ എടുത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ. ആ ഒരു യൂണിറ്റ് വെക്ടർ ചെയ്യാം സംഭവം ആ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ അതായത് ജസ്റ്റ് ഇക്വേഷനിലാക്കി എഴുതി വെച്ചാൽ മതി. അല്ല എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഇൻ ആൻ ഹൈഡ്രജൻ ആറ്റം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു പ്രോട്ടോൺ ഉണ്ട് ആൻഡ് ഒരു ഇലക്ട്രോൺ ഉണ്ട്. അവർ തമ്മിൽ അട്രാക്ഷനോ റിപ്പൾഷനോ? അട്രാക്ഷൻ അല്ലേ. കാരണം എന്താണ്, ഒരാൾ പോസിറ്റീവാണ് മറ്റാൾ നെഗറ്റീവ് ചാർജ് ആണ്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5.3 × 10⁻11 മീറ്റർ. പിന്നെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കാരണം പ്രോട്ടോണും ഇലക്ട്രോണും സെയിം ചാർജ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, F ഈസ് ഈക്വൽ ടു KQ1Q2/R² എന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് മീഡിയം തന്നിരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ 9 × 10⁻9 എന്ന് പറഞ്ഞ വാല്യൂ എടുത്താൽ മതി. വാക്വം എന്ന് അസ്യൂം ചെയ്യാം. ഇൻറ്റു രണ്ടുപേരും സെയിം ചാർജാണ്. അപ്പോൾ 1.6 × 10⁻−90 സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാണ് 5.31 അല്ല തന്ന വാല്യൂ. 5.3 ആങ്സ്ട്രോം തന്നെ. ആങ്സ്ട്രോം 5.3 ഒരു തന്ന വാല്യൂ തന്നെ ഇതാ 5.3 × 10⁻11 അതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ നമുക്ക് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. യൂണിറ്റ് ന്യൂട്ടൺ കൂടി എഴുതണം. ഒന്നുമില്ല, ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഓക്കെ. പിന്നെന്താ, ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡെക്സ് ഇലക്ട്രോമാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും എഴുതാം. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പിന്നെ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ അല്ലേ. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമ്പർ ഓഫ് ടേൺസിനെ ഡിപെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് VS/VP = NS/NP എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതാണ് സംഭവം. അതിൽ ടേൺ റേഷ്യോ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയാറ് എന്താണ്, അവരെ ആ ഒരു സാധനമാണ് എന്ത്, ഇത് ശരിക്കും എൻ്റെ ഡെറിവേഷൻ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പവർ സെയിം ആന്ന് പറഞ്ഞിട്ട് ചെയ്തു വരും. അപ്പോൾ ടേൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസിന്റെ ആ ഒരു സാധനമാണ്. N2/N1 പറയും, N1/N2 രണ്ടും പറയും. അതായത് N2/N1 അല്ലെങ്കിൽ NS/NP അല്ലെങ്കിൽ NP/NS രണ്ടും ടേൺ റേഷ്യോ ആയിട്ട് പറയാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി അടുത്ത പവർ ട്രാൻസ്മിഷൻ. ഇത് പ്രോബ്ലം ചെയ്ത് എത്ര 200 വോൾട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക അല്ലേ. 400 ടേൺസ് വരും. 400 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു 4000/10 നമുക്ക് ചെയ്തു കാണിക്കാം. 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണിത്. ഇൻപുട്ട് പവർ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലുള്ളത്. അപ്പോൾ VP 2400 കിട്ടി. സ്റ്റെപ്പ് ഡൗൺ ആണ്, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്, പവർ ലോസ് ഒന്നുമില്ല, 4000 ടേൺസ്. അപ്പോൾ NP കിട്ടി. പിന്നെന്താ, വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ടു ഗെറ്റ് പവർ ഔട്ട്പുട്ട് ഓഫ് 240 വോൾട്ട്. അപ്പോൾ VS കിട്ടി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് വേണ്ടത് ഇവിടെ കാണാൻ പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് NS. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അതായത് N/N = V/V എന്ന് എഴുതി. നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അല്ലേ, ഞാൻ S എഴുതി. അപ്പോൾ താഴത്ത് P എഴുതാം. N-ഉം V-യും സെയിം ആണ്. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് അവിടെ കൂടും. അപ്പോൾ അവിടെ S ചെയ്താൽ ഇവിടെ S ചെയ്താൽ. അപ്പോൾ വാല്യൂസ് താഴെ P. ഓക്കെ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക, NS = NP × VS ഡിവൈഡഡ് ബൈ VP. ഓർ NPൻ്റെ വാല്യൂ എത്രയാണ്, അയ്യോ അത് മാറി നമുക്ക് കാണില്ല, നീ നിൽക്കുന്നോട്ട് കാണാതിട്ടാ. ഓക്കെ. അപ്പോൾ ഇതാ NPൻ്റെ വാല്യൂ എന്താ, NPയുടെ വാല്യൂ NPയോടൊപ്പം NP 4000 ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, അത് വേറെ കാര്യം. VSൻ്റെ വാല്യൂ 240 ഡിവൈഡഡ് ബൈ 2400. ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 400 കേട്ടോ. 400 ആൻസർ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കുഴപ്പിക്കുന്ന വല്ലാണ്ട് ചോദ്യങ്ങളൊന്നുമില്ല. ഈവൻ ന്യൂമറിക്കൽ പോലും എളുപ്പമായിരുന്നു. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഡെഫിനീഷൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത് ഇനി ഫ്യൂച്ചറിൽ ആവർത്തിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾ അതിനും കൂടി പ്രിപ്പയർ ആവുക. സോ നന്നായിട്ട് എക്സാം എഴുതുക. അടുത്ത എക്സാംസും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ശരി, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും വെക്കാം.